അപ്പം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ സാറിനോട് തന്നെയാണ്. ഈശ്വര, കവികളുടെ കൂട്ടത്തിൽ നിന്നാണ് ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. ഒരു രാജാവുമല്ല ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. രാജാവിൻ്റെ ഔദാര്യമല്ല ക്ഷേത്രപ്രവേശന വിളംബരം. ബേക്കറി ജംഗ്ഷൻ എന്ന് പറയും, അവിടെ 2-3 ബേക്കറി ഉണ്ടായിരുന്നു. പക്ഷേ ബേക്കേഴ്സ് ജംഗ്ഷനാണ് ബേക്കറി ജംഗ്ഷൻ ആയത് എന്ന് എൻ്റെ നാട്ടിലൊരു വിൽപ്പാട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമാണ് ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ അത്ര തന്നെ ഉള്ളൂ ബ്രിട്ടൻ, പക്ഷെ അവൻ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നേ പറയുള്ളൂ. ആ MLA ആണ് നിയമസഭയിൽ കവിത ചൊല്ലിയ ഒരേ ഒരു MLA. ഇന്ത്യയിൽ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് മാത്രമല്ല, ഉണ്ടായിട്ടും വേണ്ടാത്തവൻ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അപ്പോഴാണു കേട്ടത് ചാൺ വച്ചെടുത്തേ കരിച്ചെത്തും പുഴുവിൻ വിജ്ഞാപനം. പ്രിയപ്പെട്ടവരെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് കവിയും കുട്ടികളും എന്ന നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പാൽക്കുളങ്ങര സ്കൂളിലെ കുട്ടികളെ കണ്ടു, അധ്യാപികയും കുട്ടികളെയും കണ്ടു. അപ്പോൾ അവിടുത്തെ ഒരു സാറ് പറഞ്ഞാണ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, അതായത് 5-ലോ 6-ലോ ഒക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്ന തിരിച്ചറിവ് പോലും ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിക്കുന്ന പരുമല ദേവസ്വം ബോർഡ് സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ഞാനിവിടെ വന്നു. എൻ്റെ സെഷൻ ഉള്ള ദിവസം വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വലിയ അത്ഭുതത്തോടുകൂടി ഇത് നോക്കിക്കാണുകയാണ്. അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം, ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരം, അത് അവരൊരു ഭാഗ്യമായി തന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കവിയും കുട്ടികളും എന്ന ഈ പരിപാടിയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് തൊട്ടപ്പുറത്തുള്ള തിരുവനന്തപുരത്തുകാരനായ സാത്വിക് മുതൽ മധ്യ കേരളത്തിലെ ഭദ്രാഹരി വഴി വടക്കൻ കേരളത്തിൽ പാലക്കാടൻ കാറ്റേറ്റ് വളർന്ന പ്രഫുൽദാസ് വരെയുള്ള ആളുകളുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. കൂട്ടത്തിൽ ഈ എല്ലായിടത്തും ഓടിയിട്ടുള്ള ഞാനും അത്തരം ഒരു വളരെ സുഹൃതാത്മകമായൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. അപ്പോഴും ഒരു ദുഃഖം ഉള്ളത്, തകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമഘട്ടത്തെ ചൂണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു പ്രകൃതി സ്നേഹിയുടെ മൃതദേഹത്തിനരികിലാണ് കേരളം, ഇന്ത്യ ഇന്ന് നിൽക്കുന്നത്. ആ വേദന കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടേ കവികൾക്ക് സംസാരിക്കാൻ കഴിയും. തിരുവനന്തപുരത്തു നിന്ന് ഒരു കവി ലോകം മുഴുവൻ ഉറക്കെ കേൾക്കുന്ന വിധത്തിൽ ഉറക്കെ പാടിയിട്ടുണ്ട്, ഇനി ഈ മനസ്സിൽ കവിതയില്ല, മണമില്ല, മലരില്ല, മധുരമില്ല എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട്, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവി. അത് പണ്ട് വ്യാസനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. 2 കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന ഒന്നും ആരും കേൾക്കുന്നില്ല എന്ന് ഉറക്കെ നിലവിളിക്കലാണ് എന്നും കവിയുടെ ഏറ്റവും വലിയ ഒരു അവസ്ഥ. തോൽക്കുന്ന യുദ്ധത്തിലും പടയാളികൾ വേണമല്ലോ എന്നാണ് സുഗതകുമാർ ടീച്ചർ വിലപിച്ചുകൊണ്ടേയിരുന്നത്. ആ തോൽക്കുന്ന യുദ്ധത്തിൽ പടയാളികളായി അണിനിരന്നുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും ജയിച്ചു കാണിക്കണം എന്ന ഒരു വിചാരമാണ് കവികളെ കൊണ്ട് കവിത എഴുതിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇവരെയൊക്കെ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു കവിതയോ 1-2 കവിത ചൊല്ലാവുന്നേ ഉള്ളൂ. ഭദ്രാഹരി നിയമസഭയ്ക്കകമൊക്കെ കണ്ടോ? കാണാൻ പോകുന്നേ ഉള്ളൂ, കാണാതെ പോകരുത്. പ്രവേശനോത്സവ ഗാനം എഴുതിയ ആദ്യത്തെ വിദ്യാർത്ഥിനിയാണ് ഭദ്രാഹരി, അല്ലേ? അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു പിറവിയെക്കുറിച്ച് നമ്മളോട് പറയാം? പാട്ട് എഴുതിയതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം പ്രവേശനോത്സവ ഗാനത്തിന് രചനകൾ ക്ഷണിച്ചുകൊണ്ട്
ഒരു വാർത്ത കാണുകയായിരുന്നു. അപ്പോൾ എഴുതിയാൽ കൊള്ളാം എന്ന് തോന്നി. പിന്നെ 2 രാത്രികളിലായിട്ട് എഴുതി തീർത്തു. അന്നേരം നമ്മൾ യാതൊരു പ്രതീക്ഷയില്ലാതെയാണ് അയച്ചത്. എന്നാലും എഴുതാമെന്ന് തോന്നിയതുകൊണ്ട് എഴുതി അയച്ചു, അത്രയേ ഉള്ളായിരുന്നു. പിന്നീടാണ് 1 വർഷത്തിന് ശേഷമാണ് തിരഞ്ഞെടുത്തതായിട്ട് അറിയുന്നത്. വലിയ ഒരു അത്ഭുതമായിരുന്നു. ഭദ്രാഹരിയുടെ പ്രൊഫൈൽ, വാട്സപ്പിലെ പ്രൊഫൈൽ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ്. കേരളമാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല എന്ന് ഭദ്രാഹരി മനസ്സിലാക്കണം. എൻ്റെ സ്കൂളിൽ ഈ വർഷത്തെ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഭദ്രാഹരിയായിരുന്നു. ഞാൻ വിളിച്ചുകൊണ്ട് പോയത് എൻ്റെ കുട്ടികൾ കാണണം, അവരുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി വരുന്നു, അല്ലെങ്കിൽ എഴുത്തുകാരി ഉണ്ടായി വരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭദ്രാഹരി നന്നായി സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പ്രഫുൽദാസ് പൊറ്റശ്ശേരി സ്കൂളിലെ കുട്ടിയാണ്. പാലക്കാട് ജില്ലയിലെ പൊറ്റശ്ശേരി എന്ന് പറയും. പാലക്കാട് നിന്ന് വീണ്ടും കുറച്ച് ദൂരം കൂടെ പോകണം അല്ലേ? ഈ പാലക്കാടിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് അറിയാമല്ലോ. മലയാളത്തിലെ പൊട്ടിച്ചിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്ടിലാണ്. എവിടെയാണത്? കലക്കത്ത് ഭവനത്തിലാണ്, കുഞ്ചൻ നമ്പ്യാരുടെ സ്ഥലത്താണ്. ഞാനതിനെ പറയുന്നത് പൊട്ടിച്ചിരിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ്. എന്നാൽ കുറേ കൂടെ അപ്പുറത്ത് വേറൊരാളുകൂടെ ഉണ്ട്. അതിനൊരു സബ് ഡിവിഷൻ VKN. VKNും തിരുവല്ലുവാമല. കുറച്ച് ഇപ്പുറത്തോട് വരുമ്പോൾ പ്രസാദാത്മകമായ നിലാവ് പോലുള്ള കഥകൾ എഴുതിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടി. അതിൻ്റെ ആ സ്ഥലത്ത് തന്നെ മുണ്ടൂർ സേതുമാധവൻ. അതുപോലെ ഒരുപാട് പേര്. കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിലെ നല്ലൊരു അംശം പാലക്കാടായിരുന്നു. കൊല്ലങ്കോട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലമാണ് എൻ്റെ കവിതയുടെയും ജീവിതത്തിൻ്റെയും ഏറ്റവും ഭാസുരമായ കാലഘട്ടം എന്നാണ് കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ളത്. പക്ഷേ ക്ലാസ് എടുത്തത് കൂടുതലും ഇയ്യങ്കോട് ശ്രീധരനായിരുന്നുവെങ്കിലും കവിയുടെ പോർഷൻ കൂടുതലും തീർക്കുന്നത് ഇയ്യങ്കോട് ശ്രീധരൻ എന്ന മറ്റൊരു കവിയാണ്, സഹാധ്യാപകനാണ്. പക്ഷേ അവിടുത്തെ നാട് മുഴുവൻ സഞ്ചരിച്ച് അവിടുത്തെ പ്രകൃതിയെ മുഴുവൻ തൂലികത്തുമ്പിലാക്കിയ കവിയാണ് കുഞ്ഞിരാമൻ നായർ. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. പ്രഫുൽദാസ് എങ്ങനെയാണ് ഈ കായിക മത്സരത്തിലെ ഗാനരചനയിലേക്ക് എത്തുന്നത്? ഇപ്പോഴത്തെ കലോത്സവത്തിലും പ്രഫുൽദാസിൻ്റെ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സംസ്ഥാന കലോത്സവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഗാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മന്ത്രി ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ടീച്ചർ അത് പങ്കുവച്ചിരിക്കുകയും ചെയ്തു. കാരണം ടീച്ചർ ഒരു കവി ആയതുകൊണ്ട് ഈ കവികളോട് വിശേഷാൽ ഒരു സ്നേഹമുണ്ട്. എന്താണ് ഇതിൻ്റെ ഈ ഒരു അനുഭവം? ഈ കഴിഞ്ഞ 1 വർഷത്തോളം നടന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു അത്ഭുതം നടന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കായികമേളയ്ക്ക് ഇത്തരത്തിൽ രചനകൾ ക്ഷണിക്കുന്നുണ്ട് തീം സോങ്ങിനായിട്ട് എന്നുള്ള ഒരു വാർത്ത ഞാൻ കാണുന്നത്. അപ്പോൾ അത് എഴുതിയ സമയത്ത് ഞാൻ ഉടനെ തന്നെ അവിടെ എഴുതി തീർത്തതിന് ശേഷം അത് അയച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് കുറേ ദിവസത്തോളം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ രചനകളിലേക്ക് അവരൊന്നും പറഞ്ഞിരുന്നുമില്ല ഇന്ന തീമിനെ അടിസ്ഥാനമാക്കിയിട്ട്. പക്ഷേ ആ ഒരു കായികമേള എന്ന് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയത് ആ കായികമേളയിൽ വരുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ് തോന്നിയത്. പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലഹരി, അതിനെക്കുറിച്ചിട്ടും അതിൽ എഴുതാൻ തോന്നി. അപ്പോൾ അത്തരത്തിൽ വരികൾ എഴുതി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് സെലക്ട് ചെയ്യപ്പെട്ടു എന്നത്. അത് ഇപ്പോൾ ഞാനിവിടെ പുറത്ത് ഇവിടെ ബുക്ക് സ്റ്റാളിൽ നിൽക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള എൻ്റെ സുഹൃത്ത് വിഷ്ണുവിനെ കണ്ടു. ഞാൻ പറഞ്ഞു പ്രഫുൽദാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രഫുൽദാസ് എഴുതിയ പാട്ട് അയാളെ കാണാതെ പാടുകയാണ്. വിഷ്ണു ഇപ്പോഴും ഇവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്, ഈ ബുക്ക് സ്റ്റാളിലുണ്ട്. കാണാതെ പാടുകയാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി മുഴുവൻ കേട്ടുകൊണ്ട് നിന്നു. കാക്കിക്കുള്ളിലെ കലാഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ് ശ്രീനിവാസിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നത് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിൽ ജനകീയനായി മാറി പ്രഫുൽദാസ്. നമ്മൾ തമ്മിൽ വേറൊരു ബന്ധമുണ്ട്, അറിയാമോ? എന്നെ 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറാണ് പ്രഫുൽദാസിനെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീതം മോഹൻലാൽ പറയും പോലെ അറിയും തോറും ആഴം കൂടുന്ന മഹാസാഗരം അല്ലേ? എങ്ങനെയായിരുന്നു ഈ ഐഡിയ സ്റ്റാർ സിംഗറിലോട്ടുള്ള വരവ്? സാറ് ഞാൻ സ്റ്റാർ സിംഗറിലോട്ട് പോകുന്ന പോലും എനിക്കറിയത്തില്ലായിരുന്നു ഓഡീഷനിൽ. അവരോടും കൂടെ പറ. എൻ്റെ അച്ഛനമ്മ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്റ്റാർ സിംഗിൻ്റെ ഓഡീഷനെ കൊണ്ടുപോകുന്നെന്ന്. അപ്പം അങ്ങനെ രാവിലെ നിർമ്മല ഭവൻസിലായിരുന്നു ആദ്യത്തെ ഓഡീഷൻ ട്രിവാൻഡ്രത്ത്. അപ്പോൾ എന്നെ കൊണ്ടുപോയി.
അപ്പോൾ ഞാൻ അവിടെ സ്റ്റാർ സിംഗർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ ഇവിടെ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നെ ഇവിടെ ഓഡിഷന് കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു. അച്ഛൻ നിയമസഭയിലല്ലേ? ആ അതെ. ചിലപ്പോൾ സീക്രട്ട് സെല്ലിലായിരിക്കും. അതെ. അതാണ് നിൻ്റെ കൂടെ പറയാത്തത്. പക്ഷെ പറഞ്ഞാൽ എന്തെന്നറിയാമോ, പറഞ്ഞാൽ പെട്ടെന്നൊരു ഒരു ആശങ്ക ഉണ്ടായാലോ അത് പാട്ടിനെ ബാധിച്ചാലോ എന്നൊക്കെയുള്ള കരുതൽ കൊണ്ടാണ് അച്ഛൻ പറയാത്തത് കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം കൊണ്ട് കുഴിച്ചടിക്കാനൊന്നും പോയതല്ല. നമ്മളെ വയലാർ രാമവർമ്മ എന്ന ഗന്ധർവ കവി മരിച്ചിട്ട് 50 വർഷമായി. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ധാരണ. എപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ചക്രവർത്തിനി എന്ന പാട്ട് അറിയാമല്ലോ. ഒരു 4 വരി വയലാറിനെ ഓർക്കാം നമുക്ക്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ, നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി. എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാമോ? കവി പറയുകയാണ്, എൻ്റെ കാവ്യഗേഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പൂവ് കൊണ്ടുണ്ടാക്കിയ ചെരുപ്പായാലും ശരി, അത് വെളിയിൽ വെച്ചിട്ട് വന്നാൽ മതിയെന്ന്. അത് ഇന്ത്യക്കാരുടെ ഒരു കൾച്ചറാണ് അല്ലേ? ഒരു കവിയുടെ കൾച്ചർ, ദേശത്തിൻ്റെ സംസ്കാരം എങ്ങനെയാണ് ഗാനത്തിൽ വരുന്നതെന്നുള്ളതാണ്. പൂവ് കൊണ്ടുണ്ടാക്കിയാണെങ്കിലും അത് പാതുകമാണ്, അത് പുറത്ത് വെച്ചാണ്. കുരിയപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിതയുണ്ട്, പാതുകങ്ങൾ പുറത്തു വെച്ച് ഓർമ്മയിൽ കയറി നിൽക്കുന്നു നഗ്നയാമി യാമിനി എന്ന്. ശീതരാത്രി എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം പബ്ലിക് ലൈബ്രറി ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് എഴുതിയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പെട്ടെന്ന് ഓർമ്മ വന്നെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഭദ്രാഹരിയുടെ പ്രവേശനോത്സവ ഗാനം കേൾക്കണ്ടേ? ഭദ്രാഹരി പ്രവേശനോത്സവ ഗാനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ, കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ, ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ, നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നീതിയിടാം. ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. കൊച്ചുകിനാവിൻ ചിറകുകളരിയും ലഹരിക്കെതിരായി കൈകോർക്കാം. കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം. കരുതലിനുജ്വല കവചത്താൽ നവകേരളമൊന്നിനി നെയ്തിടാം. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി, കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. സത്യത്തിൽ ഒരു ഇരുത്തം വന്ന കവി എഴുതിയ കവിത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭദ്രാഹരി വിത്തിലെ മുതിർന്നു എന്നാണ്. ഇരുത്തം വന്ന കവി ആയി ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി കർമ്മം കൊണ്ട് അതിനെ വളർത്തിയെടുത്താൽ മതി എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുന്നത്, ഈ കായുടെ ഒരു കളി, അതിനകത്ത് ഇങ്ങനെ ഈ കാ മാത്രം വെച്ചൊരു സിനിമാ പാട്ടുണ്ടായിട്ടുണ്ട്, അറിയാമല്ലോ? അതാണ് കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും ആണ്. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിൽ ഒഴുകുന്ന കല്ലോലിനിയല്ലോ നീ, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയി ദമയന്തി നീ. പക്ഷെ ഒറ്റ പാട്ടേ അദ്ദേഹം എഴുതിയുള്ളൂ അല്ലേ? ശ്രീമൂലനഗരം
ശ്രീമൂലനഗരം വിജയൻ, അദ്ദേഹത്തിൻ്റെ പാട്ടാണത് കേട്ടോ. ഒരു പാട്ട് എഴുതിയുള്ളൂ. അതുപോലെ ഒറ്റ പാട്ട് എഴുതിയ ഒരാൾ തിരുവനന്തപുരത്തുണ്ട്, കുടപ്പനക്കുന്ന് ഹരി എന്ന് പറയും. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്ന പാട്ട്. ഇങ്ങനെ ഒറ്റപ്പാട്ട് എഴുതിയ ഒരുപാട് ഒരു രവിമേനോൻ്റെ പുസ്തകം തന്നെയുണ്ട് അങ്ങനെ എഴുതിയവരെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് എത്ര മനോഹരമായിട്ടാണ് ആ വാക്കുകൾ കൊരുത്തിരിക്കുന്നത് എന്നുള്ളത്. എല്ലാം അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്കൂളിലെ കുട്ടിയെന്ന് മാത്രമല്ല, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് മുഴുവനും ഒരു 16 വരിക്കുള്ളിൽ അത് ചേർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് സംക്ഷിപ്തതയാണ് കവിതയുടെ കരുത്ത്. അത് ഭദ്രാഹരിക്ക് ജന്മന കിട്ടിയിട്ടുണ്ട്. ഭദ്രാഹരി ജന്മപ്രതിഭയാണ് കേട്ടോ. പ്രഫുൽദാസിൻ്റെ പാട്ടിലേക്ക് പോവാം. 2 പാടണം. ഏത്? കായികോത്സവത്തിന് പാടിയതും വേണം, അടുത്ത റൗണ്ട് കറങ്ങി വരുമ്പോൾ കലോത്സവത്തിനുള്ളതും പാടണം. ശരി. പടുത്തുയർത്താം കായികലഹരി കേരള മണ്ണിൻ ഹരമായി, വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതറാതെ മുന്നോട്ട് ശിരസ്സുയർത്തി പ്രതിജ്ഞ ചെയ്യാം, ഇതാണു നമ്മുടെ ലഹരി, ഇതാണു നമ്മുടെ ലഹരി. ചേക്കേറാം വിണ്ണിൽ ചേക്കേറാം, കുഞ്ഞു പദത്താലാഞ്ഞു കുതിക്കാം, വിജയത്തിൻ കൊടിനാട്ടാം, സമത്വഭൂവിൻ നെറുകയിൽ മുത്താം, അതിർവരമ്പുകളില്ലാ ലോകത്തെത്താം, ഒറ്റക്കെട്ടായി മുന്നേറാം. പടുത്തുയർത്താം കായികലഹരി കേരള മണ്ണിൻ ഹരമായി, പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ, പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ പാകിയൊരുക്കിയ കളിക്കളത്തിൽ പുതിയ യുഗത്തിൻ പുലർവെട്ടം പോൽ സ്നേഹപഥങ്ങളിലതിവേഗം തടസ്സമില്ലാ ഗതിയതു തീർത്തിട്ടാനന്ദത്തിൻ കൊടുമുടിയേറാം. കൈമാറാം കൈമാറാം ഉജ്ജ്വലമായൊരു തീപ്പന്തം. വളരെ മനോഹരമായൊരു ആഹ്വാനവും അതുപോലെ തന്നെ ദീപ്തമായ ഒരു എന്താണ് അക്ഷരത്തിൻ്റെ ഒരു കരുത്തും കാണിക്കുന്ന കവിതയാണ് ഇത്. സത്യത്തിൽ ഇത് കേട്ട സമയത്ത് ഞാൻ ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ നിയമസഭയിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വച്ചൊരു സജഷനാണ്, നമുക്ക് ഭദ്രാഹരിയെയും പ്രഫുൽദാസിനെയും കൂടെ ഉൾപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചു. ഇപ്പോൾ എന്നെപ്പോലൊരു ആൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിയമസഭ അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ വളരെ ഹൃദയപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും അവർ സാത്വികനെ അടക്കം ക്ഷണിക്കുകയും നിങ്ങളോട് സംവദിക്കാനായി എന്താണ് മറ്റ് സ്കൂളിലെ കുട്ടികളെയും കോട്ടക്കൽ സ്കൂളിലെ കുട്ടികളെ കൂടി ഇതിന് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ഒരേ മാനസികാവസ്ഥയുള്ള ഒരേ രീതിയിൽ എന്താണ് ചിന്തിക്കുന്ന കുറേ പേരുടെ ഒരു കൂട്ടായ്മ മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ സാധിച്ചേക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ അങ്ങനെ വന്നതാണ്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുടെ മനസ്സ് ഒന്നായപ്പോൾ കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് അത്, അല്ലേ? അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സാത്വിക നമുക്കേ ഒരു സാത്വിക കവിത ചൊല്ലുന്ന ആളാണ്. എൻ കെ ദേശത്തിൻ്റെ അങ്കുലപ്പുഴുവും അടയ്ക്കാക്കിളിയും എന്നൊരു കവിതയുണ്ട്. സാത്വിക ചൊല്ലുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് വരി ചൊല്ലാമോ നമുക്ക് വേണ്ടി? ആ. അങ്കുലപ്പുഴു ചൊന്നാനടയ്ക്കാക്കിളിയോടായി എൻ കിളിപ്പെണ്ണെ കൃത്യമായി അളക്കാം ഞാൻ നിന്നെ. അങ്കുലപ്പുഴു ചൊന്നാനടയ്ക്കാക്കിളിയോടായി എൻ കിളിപ്പെണ്ണെ കൃത്യമായി അളക്കാം ഞാൻ നിന്നെ. കിഴക്കൻ മലങ്കോട്ട വഴിയും പുലർവെട്ടമൊഴുകിപ്പരക്കെ താൻ അറിയാതൊരു ഗാനം പാടിയും തൻ കൂടാർന്ന ചില്ലമേൽ കാറ്റത്തൂഞ്ഞാലാടിയും മതിമറന്നങ്ങനെ ഇരിക്കയാണടയ്ക്കാക്കിളി.
അപ്പോഴാണു കേട്ടത് ചാൺ വച്ചെടുത്തേ കരിച്ചെത്തും പുഴുവിൻ വിജ്ഞാപനം. തെല്ലൊരത്ഭുതത്തോടെ നോക്കിനാൽ കിളി എന്തൊരെല്ലില്ലാത്ത അഹങ്കാര സാഹസാങ്കുരമമ്പോ. മുഴക്കോലുണ്ടോ കയ്യിൽ എന്നവൾ ചിലക്ക് തൻ മുതുകാവോളം പൊന്തിച്ചൊരമ്മവൻ ചോന്നാൻ. മുഴക്കോലെനിക്കെന്തെന്നറിഞ്ഞു നീ, അസൽ മുഴക്കോലാണങ്കുലപ്പുഴുവാം ഞാൻ. എൻ മെയ്യാൽ അളക്കാം നീളം വണ്ണം ഉയരം വളവു ചുറ്റളവൊക്കെ ഞാൻ. ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാമിപ്പോഴേ, ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാമിപ്പോഴേ. ഇതിൻ്റെ ബാക്കിയുണ്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഈ അങ്കുലപ്പുഴുവിനെ NK ദേശം വിളിക്കുന്നൊരു പേരുണ്ട്, നന്ദി ഹേ സചേതന മാനദണ്ഡമേ നന്ദി. ജീവനുള്ള സ്കെയിലേ എന്നാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ജീവനില്ലാത്ത സ്കെയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ, നമ്മൾ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. നന്ദി ഹേ സചേതന മാനദണ്ഡമേ നന്ദി എന്നാണ്. അഭിനന്ദനീയം നിൻ്റെ തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്താണ്, എൻ്റെ ചങ്ങാതി അളക്കാൻ പറ്റാത്തതായി ചില സാധനങ്ങളുണ്ട് എന്ന് പറയും. അളക്കാം നിനക്കെൻ്റെ ചിറകിൻ നീളം വണ്ണം, എങ്ങനെ കണക്കൊപ്പിച്ചളക്കും അതിൽ എൻ തൂവലിൽ മിന്നുന്ന നാനാവർണ്ണ മോഹന വിലാസങ്ങൾ. പാടലും പറക്കലുമാണു ഞാൻ, അല്പം പപ്പും പൂടയും മാത്രം പക്ഷി എന്നാമോ ധരിച്ചു നീ. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതെല്ലാ കവിയും ഇപ്പോൾ എഴുത്തൊന്നുമില്ല എന്ന് ചോദിക്കണമെന്ന് പറയാൻ ഓർത്തു വെച്ചോണം. സഞ്ചിയോ ജൂബയോ തരത്തിനൊത്ത മാച്ചുള്ള ഡ്രസ്സോ ഒന്നുമല്ല കവി. കവി പാടലും പറക്കലുമാണ്. സാധാരണക്കാരൻ കണ്ടിട്ടില്ലാത്ത, വായനക്കാരൻ കണ്ടിട്ടില്ലാത്ത ലോകത്തേക്ക് അവനെയും എടുത്തുകൊണ്ടുള്ള പറക്കലും ഉച്ചാരണമില്ലാത്തവൻ്റെ ഒച്ചയായി നിന്നുള്ള പാടലുമാണ് ഒരു കവിയുടെ ഏറ്റവും വലിയ ധർമ്മം. പാലക്കാട്ടുകാരനായ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നെയ്യാറ്റിങ്കരക്കാരനായ മധുസൂദനൻ നായർ ഒരു കവിത എഴുതിയിട്ടുണ്ട്, കനൽ മൊഴികൾ എന്നുള്ള ആ കവിതയുടെ പേര്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം ഒരു ഇത്തിരി കൊറ്റിന് വേണ്ടിയിട്ട് ആർക്കും, വെട്ടിപ്പിടിച്ചില്ല സ്വർഗങ്ങൾ ആരുടെയും അർത്ഥങ്ങൾ അപഹരിച്ചില്ല, പൊട്ടിപ്പിടയ്ക്കുന്ന മണ്ണിൻ്റെ മാറത്ത് കെട്ടിപ്പിടിച്ചതേയുള്ളൂ, ഉച്ചാരണം പോലുമില്ലാത്ത മർത്യൻ്റെ ഒച്ചയായി തീർന്നതേയുള്ളൂ എന്നാണ്. ഒരേ സമയം കുഞ്ചൻ നമ്പ്യാരും അതേസമയം ഒരു കാലഘട്ടത്തിന് ശേഷമാണെങ്കിലും മധുസൂദനൻ നായരും ചെയ്തത് ഉച്ചാരണം പോലും ഇല്ലാത്ത മനുഷ്യനെ കവിത കേൾപ്പിക്കുക, കവിത ഇഷ്ടപ്പെടുത്തുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു വലിയ സമരം എന്താണെന്നറിയാമോ? കവികളുടെ കൂട്ടത്തിൽ നിന്നാണ് ആദ്യമായി ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. ഒരു രാജാവുമല്ല ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്, രാജാവിൻ്റെ ഔദാര്യമല്ല ക്ഷേത്രപ്രവേശന വിളംബരം. കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടനെന്നും പറയനെന്നും ശീതങ്കനെന്നും പേരിട്ടുകൊണ്ട് അവർക്ക് ഏത് ക്ഷേത്രത്തിലാണോ കയറാൻ അനുവാദമില്ലായിരുന്നത്, അവർക്ക് എവിടെയൊക്കെയാണോ പ്രവേശനമില്ലാതിരുന്നത്, അവിടെയൊക്കെ അവനായി തുള്ളിയിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ കവിതയിലൂടെ സമരം നടത്തിയത്. അവരുടെ കവിതയെ സമരത്തിൻ്റെ ഉപാധി കൂടിയാക്കിയ ഏറ്റവും വലിയ കവിയുടെ നാട്ടിൽ നിന്നാണ് പ്രഫുൽദാസ് വരുന്നത് കേട്ടോ. ആ കവി നടന്നുപോയ വഴികളിലാണ് ആര് താമസിക്കുന്നത്? ഭദ്രാഹരി താമസിക്കുന്നത്. ആ കവി ഏറെക്കാലം താമസിച്ച തിരുവനന്തപുരത്താണ് നമ്മളൊക്കെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൽ കയ്പ് അടിയൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് രാജാവിനെ പോലും പരിഹസിച്ച ആളാണ്. രാജാവിൻ്റെ പുറകെ പോകുന്നതല്ല, രാജാവിനോട് തിരിഞ്ഞു എന്ന് പറയാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുന്നവനാണ് നല്ല കവി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കുഞ്ചൻ നമ്പ്യാർ കേട്ടോ. നമ്മളോട് ഈ ചോദിക്കാൻ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന ആളുകളുണ്ട് നമ്മളെ ആക്രമിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവരോട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവരെയൊക്കെ കണ്ട തോന്നുന്നു വളരെ രസകരമായി ചിരിക്കുന്ന പിള്ളേരാണ്. ഈ കോട്ടൺ ഹിൽ സ്കൂളിനെ നമ്മൾ അമ്മച്ചിമാർ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? പരുത്തിക്കുന്ന് സ്കൂളെന്നാണ്.
അവരെ വിചാരം കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരുത്തി എന്നാണെന്നാണ്. പണ്ടൊരു സായിപ്പ് ഉണ്ടായിരുന്നു ഈ പേരിൽ. സായിപ്പ് താമസിച്ചിരുന്ന സ്ഥലത്താണ് നിങ്ങളുടെ സ്കൂളിരിക്കുന്നത് ഇപ്പം. അതുകൊണ്ടാണ് കോട്ടൺ ഹിൽ എന്ന് പേര് വന്നത്, അല്ലാതെ പരുത്തി കൃഷിയൊന്നും ഉണ്ടായിരുന്ന സ്ഥലം അല്ല, അല്ലേ? ബേക്കറി ജംഗ്ഷൻ എന്ന് പറയും. അവിടെ 2-3 ബേക്കറി ഉണ്ടായിരുന്നു. പക്ഷേ ബേക്കേഴ്സ് ജംഗ്ഷനാണ് ബേക്കറി ജംഗ്ഷൻ ആയത് എന്ന് എൻ്റെ നാട്ടിലൊരു വിൽപ്പാട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക്. തലയിൽ കേശവൻ നായർ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ബേക്കർ എന്ന് പറയുന്ന ഒരു സായിപ്പ് താമസിച്ചിരുന്ന സ്ഥലമാണ്, അല്ലാതെ ബേക്കറി ഉണ്ടായിരുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. എന്താ പേര്? സവിത. സവിത. ആ, എവിടെയാണ് വീട്? പെരുകാവ്, മലയങ്കീഴിന്. പെരുകാവ്. ആ, ഈ എത്രാം ക്ലാസ്സിലാ? 10ല്. 10ല്. എന്താണ് ചോദിക്കുന്നത്? എന്താ ഉള്ളിൽ ചോദിക്കാനുള്ളത്? ടീച്ചർ പറഞ്ഞെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്താണോ ചോദിക്കാൻ തോന്നുന്നത്, എഴുത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭാഷയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കാനുണ്ടാവുമല്ലോ. സ്കൂളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിനക്ക് അറിയണമല്ലോ, അങ്ങനല്ലേ? കേരളത്തിലൊരു വലിയ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ പഠിക്കുന്ന സ്കൂളിൽ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലും അത്രയും കുട്ടികളൊന്നുമില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ സ്കൂൾ ഇവരുടെ അച്ചീവ്മെൻറ്റ്സിനെ ഏറ്റെടുത്തതെന്നൊക്കെ അറിയാൻ ആഗ്രഹം കാണും. എന്താ ചോദിക്കുന്നത് ആദ്യം? ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മുടെ മലയാള ഭാഷയ്ക്ക് പുറമെ ബാക്കിയുള്ള ഭാഷകൾ അതിൻ്റെ പ്രലോഭനങ്ങൾ ഏറെയാണ്. അപ്പം മലയാള ഭാഷ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം? എങ്ങനെ അഭിമുഖീകരിക്കാം ഭദ്രാഹരി? എങ്ങനെയാണ് നിൻ്റെ ഒരു ഉത്തരം? എന്താണ്? മലയാള ഭാഷ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും ഒരു സാംസ്കാരിക ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മൾ പല കവിതകളിലും, ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിലടക്കം കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ, മാതൃഭാഷ സംസാരിക്കുന്നത് ഒരു നാണക്കേടാണ് എന്ന് വരെ ചിന്തിക്കുന്നവർ ഉള്ള ഒരു സ്ഥലമായി കേരളം മാറുകയാണ്. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരുന്നല്ലോ, ജനിക്കും മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ മനോഭാവത്തിൽ വന്ന മാറ്റം കൊണ്ടാണ് ഭാഷയ്ക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അത് ഇന്ന് മാറി വരുന്നൊരു കാഴ്ച പലയിടത്തും കാണാവുന്നതാണ്. ഇതാണ് ഭദ്രാഹരിയുടെ ഉത്തരം. ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിൽ പോലും ഇപ്പോൾ AI വന്നു. എയുടെ വീഡിയോ കൂടുതൽ ഏത് ഭാഷയിലാണ് വന്നത്? ഇംഗ്ലീഷിലാണോ? മലയാളത്തിലാണ് കൂടുതൽ വന്നത്. പറയുന്നതിൽ പകുതിയും ചീത്തയാണ്, എന്നാൽ പുറത്ത് പറയാൻ കൊള്ളാത്തതാണ് പലതും, പല വീഡിയോകൾ. എന്നാലും അവരുപയോഗിച്ച മീഡിയം മലയാളമാണ്. കാരണം ഒരു വലിയ ജനതയെ പെട്ടെന്ന് അടുപ്പിക്കാൻ, ഉള്ളിലേക്ക് അടുപ്പിക്കാൻ അവരുടെ ഭാഷ കൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മുടെ താളങ്ങൾ, നമ്മുടെ ഭാഷയുടെ പ്രത്യേകതകൾ, നമ്മുടെ സൗന്ദര്യാത്മകതകൾ, ഇതൊക്കെ പെട്ടെന്നില്ലാതായി പോവും എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ അർഹരല്ല എന്ന് പറയും. കാരണം എൻ്റെ വീട് ചെറുതാണെങ്കിലും അത് എൻ്റെ വീടാണ്, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഭാഷയും. നമ്മുടെ നാട്ടിലെ ആളുകൾ മാത്രമാണ് ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ അത്ര തന്നെ ഉള്ളൂ ബ്രിട്ടൻ, പക്ഷേ അവൻ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മൾ മാത്രമാണ്, നമ്മൾ ആദ്യകാലം മുതലുള്ള ആളുകൾ പറഞ്ഞ് കൊച്ചു കേരളം എന്ന്. തമിഴനെന്ന് ചൊല്ലിടയിൽ തലയുയർത്തി നില്ലട എന്നാണ് തമിഴ്നാട്ടുകാരൻ പറയുന്നത്. നമുക്കിപ്പോൾ അത്രയേറെ ഭാഷയോട് സ്നേഹമില്ലെങ്കിൽ പോലും, അത് ഉണ്ടായില്ലെങ്കിൽ പോലും ഭാഷയോടൊരു ആത്മാർത്ഥമായ ഒരു ആദരവെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലേ? പുസ്തകം വായിക്കുകയും പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളോടായിരിക്കില്ല ചിലപ്പോൾ പൊതുവിൽ അധ്യാപകരുടെ വലിയ സമൂഹത്തിന് ഇഷ്ടം അവർക്ക് അക്കാഡമിക്കായിട്ട് മാർക്ക് വാങ്ങുന്ന കുട്ടികളോട് മാത്രമായിരിക്കാം, അല്ലേ? എന്നോടൊക്കെ എൻ്റെ അധ്യാപകരും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നീ മിക്കവാറും തോക്കും, കാരണം നീ മലയാളത്തിന് മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ ജയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ. ഇത്തരത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പലതും കേൾക്കാറുണ്ട്. ഇപ്പോൾ പ്രഫുൽദാസ് സ്കൂളിലെ പാട്ടെഴുതിയ സമയത്ത് പൊറ്റശ്ശേരി സ്കൂളിൽ കേരളോത്സവം വരുന്നൊക്കെ ഞാൻ ചുമ്മാ സനൽ സാറോട് പറയാറുണ്ടായിരുന്നു.
ഈ വലിയ ഉത്സവമായിരുന്നില്ലേ, വലിയ സന്തോഷമായിരുന്നില്ലേ എല്ലാവർക്കും? ഒരുപക്ഷെ സ്കൂളിനെ തേടിയെത്തിയ പ്രധാനപ്പെട്ട ഒരു അംഗീകാരം അതായിരുന്നിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഈ തീം സോങ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് അതുവരെ വന്നിരുന്നില്ല. അങ്ങനെ ഒരു രീതിയിൽ ആദ്യമായിട്ടായിരുന്നു വരുന്നത് കുരിശ്. ഈ സെലക്ട് ചെയ്തപ്പോഴേ, കലോത്സവത്തിലെ പാട്ട് സെലക്ട് ചെയ്തപ്പോൾ ഉള്ള അനുഭവം എന്തായിരുന്നു? പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയായിരുന്നോ നിങ്ങളുടെ പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, വിളിച്ചു പറയായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? പത്രത്തിൽ വാർത്ത വന്നല്ലോ അതിനെക്കുറിച്ച്, കൂട്ടുകാർ ഒരുപാട് പേര് ഉണ്ടായിരുന്നല്ലോ മ്യൂസിക് ചെയ്യാനും ഒക്കെ. അങ്ങനെ ഒരു ടീം വർക്കാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപരമായ നേട്ടത്തിന് കാരണമായെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും കലാമേളയുടെ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഇങ്ങനെ കേരളത്തിൻ്റെ കലാവൈഭവത്തിൻ്റെ 64 വർഷത്തെ കലാവൈഭവത്തിനെ കുറിച്ച് എഴുതാനായിട്ടായിരുന്നു അതിൽ വന്നിരുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പൊറ്റശ്ശേരി കുടുംബത്തിലെ 10 പേർക്ക് തന്നെ, ഞങ്ങളൊരു 10 പേര് ചേർന്നിട്ടാണ് അതിന് സംഗീതം ഒരുക്കിയതും അത് പാടി അത് അയച്ചു കൊടുത്തതും. അതാണ് പിന്നീട് സെലക്ട് ചെയ്യപ്പെട്ടതും. വളരെ സന്തോഷമുള്ളൊരു സന്ദർഭമാണിത്. കാരണം ഈ കുട്ടികളുടെയൊക്കെ നേട്ടങ്ങൾ സത്യത്തിൽ നാളത്തെ കേരളം നോക്കിക്കാണാൻ പോകുന്ന വലിയ വലിയ നേട്ടങ്ങളുടെ തുടക്കമാണ്, അടിസ്ഥാന ശിലയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനുശേഷം സാത്വികിൻ്റെ ഒരു പാട്ടിലേക്ക് വരാം അല്ലേ, കവിതയിലേക്ക് വരാം. എന്താണ് ചോദിക്കാറുള്ളത്? എൻ്റെ പേര് തങ്കലക്ഷ്മിയാണ്. ഞാൻ കരമയിൽ നിന്ന് താമസിക്കുന്നു. ഞാൻ തമിഴിലും കവിത എഴുതാറൊക്കെ ഉണ്ട്. എനിക്ക് തമിഴും കുറച്ചൊക്കെ അറിയാം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഭദ്ര അദ്ദേഹത്തിനോടാണ്. എപ്പോൾ തൊട്ടാണ് ഈ കവിതയൊക്കെ എഴുതാൻ തുടങ്ങിയത്? ഞാൻ ആദ്യമായിട്ടൊരു കവിത എഴുതിയത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതായത് ജൂൺ 5 പരിസ്ഥിതി ദിനമാണല്ലോ. അപ്പോൾ അന്ന് എല്ലാ സ്ഥലങ്ങളിലും, സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും ഒക്കെ ചെടികൾ നടാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് വഴിവക്കിലൊക്കെ ചെടികൾ നട്ടിരുന്നു. പക്ഷേ അതിനുശേഷം അന്ന് വളരെ വലിയ കാര്യമായിട്ട് വെള്ളം ഒഴിക്കുന്നു, നോക്കുന്നു, സംരക്ഷിക്കുന്നു. പിന്നീട് ഇതിന് യാതൊരു ശ്രദ്ധയും കിട്ടുന്നില്ല. അതിലെനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു മാസത്തോളം കഴിഞ്ഞ് ഞാൻ ആ പ്രദേശത്തോടെ പോയ സമയത്ത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ ചെടികളുടെ അവിടെ അത് ഉണ്ടായിരുന്നു എന്ന് പോലുള്ള യാതൊരു സൂചനയും ഇല്ല. അപ്പോൾ അങ്ങനെ വിഷമം തോന്നി എഴുതിയതാണ് ആദ്യത്തെ കവിത, വീണ്ടും ഒരു ദിനാചരണം. ഇപ്പോൾ ഭദ്ര പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു വർഷം 5-ാം തീയതി കുഴിയെടുക്കുന്നു, അവിടെ നടുന്നു. അടുത്ത വർഷം വേറെ കുഴിയെടുക്കേണ്ടതില്ല, അവിടെ തന്നെ വീണ്ടും നടുന്നു. ഈ സെൻസിൽ നിന്നാണ് കവിത വന്നത് അല്ലേ? ഈ നമ്മുടെ സാത്വികേ ONV സാറിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം കുറച്ച് വരി ചൊല്ലാമോ? ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന തിന്നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലാരും ഈ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടുമൊരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ.
ഏതും വിലയ്ക്കാതെ നിന്നു നീ സർവം സഹയായി. ONV സാറ് ഈ പ്രകൃതിക്ക് വേണ്ടി എഴുതിയ ഒരുപാട് കവിതകളുണ്ട്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്നാണ് കാളിന്തി എന്നൊരു കവിതയുണ്ട്. അത് അതിൻ്റെ ഒരു കുറച്ച് വരി 4-5 വരി ചൊല്ലിത്തരാം. കാളിന്തിക്ക് എങ്ങനെയാണ് ഈ കറുത്ത നിറം ഉണ്ടായെന്ന് ONV സാറ് ചിന്തിക്കുകയാണ്. നീലാഭ്രം വീണലിയുകയാലോ മാറിൽ കണ്ണനൊളിക്കുകയാലോ കാളിന്തി നിന്നുടലിനു കായാമ്പൂവിൻ നീലിമയാർന്നു ഗോപികമാരുടെ ശ്യാമവിഷാദം സിരകളിലലിയുകയാലോ നീയൊരു ശോകാതുരയാം വിരഹിണിയായി പാടിയലഞ്ഞതിനാലോ കാളിന്തി നിന്നുടലിനു കായാമ്പൂവിൻ നീലിമയാർന്നു. ഇതാണ് വെണ്ണുര വളകൾ അണിഞ്ഞാലും വെൺതാമരക്കുടകൾ നീർത്തുന്നാലും നിന്നെ വിളിപ്പത് കാലം കാതിൽ കാളിന്തി എന്നല്ലേ എന്നാണ്. എത്ര വെളുത്ത നിറമുള്ള താമരപ്പൂ പോലെയുള്ള നുരകൾ വിടർത്തി കാണിച്ചു കൊടുത്താലും ജനം എന്തെന്നേ വിളിക്കൂ? കാളിന്തി എന്നേ വിളിക്കുള്ളൂ. അതാണ് ആളുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. ഒരാളിൻ്റെ സർഗപ്രതിഭയല്ല അയാളുടെ ജാതി, അയാളുടെ വിഭാഗം, അയാൾ എവിടത്തുകാരനാണ്, ഏത് സ്ഥലത്തുള്ളയാണ്, ഇങ്ങനെ വേർതിരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നതാണ്. ഡൽഹിയിൽ വെച്ച കണ്ടൊരു കാഴ്ച അദ്ദേഹം പറയുകയാണ്. ഈ താജ്മഹലിൻ്റെ രൂപം വിൽക്കാൻ വച്ചിരിക്കുന്നു. അപ്പോൾ പൈസ കൊടുത്തിട്ട് എനിക്ക് നിൻ്റെ ഉൽപ്പന്നം വേണ്ട, പൈസ കൊടുക്കുന്ന ആളുകളോട് ഈ തൊഴിലാളി സ്ത്രീ എണീറ്റെന്ന് പറയാണ്, ഞങ്ങൾ ഇരക്കുകയല്ല എന്നാണ്. ONV സാറിൻ്റെ പെണ്ണ് അഭിമാനിനിയാണ്. ONV സാറിൻ്റെ കവിതയിലെ നായിക എന്താണ് പൈസ കൊടുത്താൽ അതും വാങ്ങി എന്താണ് കണ്ണിൽ വെച്ചുകൊണ്ട് പോകുന്നവളല്ല. ഞാൻ ഇരക്കാനല്ല ഇരിക്കുന്നത്, കച്ചവടം ചെയ്യാനാണ്. ഇത് വാങ്ങുക എന്നിട്ട് തന്നാലും വില എന്നാണ് അവൾ ചോദിക്കുന്നത്. അത്തരം അഭിമാന ബോധത്തെ നമ്മുടെ സാത്വിക ചൊല്ലിയ കവിതയും തീരുന്നത് മാരനെയല്ല മണാളനെയല്ല എൻ മാനം കാക്കുമൊരാങ്ങളയെ എന്നാണ് അല്ലേ കോതമ്പ് മണികൾ തീരുന്നത്. ONV സാറിൻ്റെ കോതമ്പ് മണികൾ അവസാനിക്കുന്നത്. മുണ്ഡിത ശിരസ്കയായി ഭ്രഷ്ടയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ നടക്കുന്ന ഭൂമിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോഴും ആ മാനത്തെ സംരക്ഷിക്കാൻ ഒരാൾ വരും എന്ന കോതമ്പ് മണികളിൽ കവി സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് കവിതയുടെ ഒരു പ്രത്യേകത. അത് പ്രതീക്ഷയെ കാണുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഭദ്രാഹരി പത്തനംതിട്ട ജില്ലയിലല്ലേ? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു MLA ഇവിടെ ഉണ്ടായിരുന്നു, ആറന്മുള MLA. ആറന്മുള MLA. ആ MLA ആണ് നിയമസഭയിൽ കവിത ചൊല്ലിയ ഒരേ ഒരു MLA. ആ MLAയുടെ പേരാണ് കടമ്പനിട്ട രാമകൃഷ്ണൻ. കേട്ടോ, കടമ്പനിട്ട രാമകൃഷ്ണൻ എന്ന കവി ഇവിടെ MLA ആയി വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ EK നായനാർ സഖാവോ അദ്ദേഹം പറഞ്ഞു, രാമകൃഷ്ണൻ നിയമസഭയിൽ കവിത ചൊല്ലാൻ പറഞ്ഞു. അങ്ങനെ നിയമസഭയിൽ കവിത ചൊല്ലി. നിയമസഭയിൽ MLA ആയിരുന്ന മറ്റൊരു സാഹിത്യകാരൻ എറണാകുളത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് MK സാനു എന്നായിരുന്നു. നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു രസകരമായ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. വൈക്കം ഭാഗത്തുനിന്ന് പണ്ട് ഒരു പയ്യൻ ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ലോറിയിൽ കയറി ഇവിടെ വന്ന് സമ്മേളനം കഴിയുന്നതിന് മുമ്പേ ലോഡൊക്കെ ഇറക്കിയിട്ട് ലോറി അങ്ങ് പോയി. ഇയാൾക്ക് തിരിച്ചു പോകാൻ പൈസയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ ബിൽഡിങ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പയ്യൻ ചെന്ന് ചോദിച്ചു, എനിക്ക് വല്ല സിമൻറ്റ് കുഴയ്ക്കാനോ മണലിരിക്കാനോ വല്ല ജോലി തരുമോ എന്ന് ചോദിച്ചു. ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് മേശരി ജോലി കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം ശമ്പളം കൊടുക്കില്ല, ഒരാഴ്ച കഴിഞ്ഞ് ശമ്പളം തരുള്ളൂ. ശരി, അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച ജോലി ചെയ്തു, കൂലി കൊടുത്തു. ആ കൂലിയും വാങ്ങിക്കൊണ്ട് ഈ ചെറുക്കൻ തിരിച്ച് വൈക്കത്ത് പോയി. കുറേ കാലം കഴിഞ്ഞ് ഇലക്ഷന് നിന്ന് ജയിച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടെ വന്നു. ആ MLAയുടെ പേരാണ് വൈക്കം നാരായണൻ. കേട്ടോ, അവൻ്റെ നിയമസഭയ്ക്ക് വേണ്ടി കല്ലും മണ്ണും ചുമന്ന ഒരു MLAയും ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വരുമ്പോൾ ഓർമ്മിക്കുന്ന ചില സന്ദർഭങ്ങളാണ്. ഈ അടുത്ത ചോദ്യത്തിലേക്ക് പോവാമോ? എന്താ പേര്? എൻ്റെ പേര് അനന്യ S. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനന്യ. ഏത് സ്കൂളിലാണ്? കോട്ടങ്കിൽ. അപ്പോൾ
എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ സാറിനോട് തന്നെയാണ്. ഈശ്വര. ഞാൻ കവിത എഴുതാറുണ്ട് മലയാളത്തിൽ. ഞാൻ കവിത ചൊല്ലാറുണ്ട്, നിരവധി സ്റ്റേജുകളിൽ ചൊല്ലിയിട്ടുണ്ട്. അപ്പം സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് സാറിന് കവിത എഴുതാൻ, അതായത് ഏത് വയസ്സ് മുതലാണ് തോന്നിയത്? അതിന് ആരൊക്കെയാണ് പ്രചോദനം തന്നിട്ടുള്ളത്? ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഓർമ്മിച്ചത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ ഈ ജന്മന ഒരു വാസന ഉണ്ടാവുമല്ലോ. 4ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഒരു ചെറിയ കവിത എഴുതുന്നത്. അതെൻ്റെ ക്ലാസ്സിലെ ഒരു പയ്യൻ പിടിച്ചു വാങ്ങിച്ച് ടീച്ചറിനെ കൊണ്ടുവന്ന് കാണിച്ചു. ടീച്ചർ നോക്കിയിട്ട് ഇത് എവിടെ നിന്നോ പൊക്കിയതാണ്, ബാലരമയെന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് അത് നിർത്തി. പിന്നീട് കമോങ്കോട് സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പുസ്തകം ഇതുപോലെ എൻ്റെ സുഹൃത്ത് പ്രജീഷ് എടുത്ത് എൻ്റെ മലയാളം ടീച്ചർ സുനന്ദ ടീച്ചറിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. സുനന്ദ ടീച്ചറെ വായിച്ചിട്ട് പറഞ്ഞു, സ്റ്റാഫ് റൂമിൽ ഒന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാൻ മാപ്പർഹിക്കാത്ത എന്തോ തെറ്റ് ചെയ്തു, എന്നെ മിക്കവാറും വെടിവെച്ച് കൊല്ലും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ടീച്ചർ പറഞ്ഞു, കൊള്ളാം, പക്ഷേ നീ നന്നായി വായിക്കണം. ടീച്ചർ മലയാളത്തിലും സംസ്കൃതത്തിലും MA ഉള്ള ആളായിരുന്നു. നോക്കിയിട്ട് നന്നായി വായിക്കണം എന്ന് പറഞ്ഞ് വായിക്കാൻ ചില പുസ്തകങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു പ്രോത്സാഹനം രണ്ടാമതും കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, രണ്ടാമതൊരു പ്രോത്സാഹനം അല്ല കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പിന്നീട് എഴുതാതിരിക്കുകയും നിങ്ങളൊക്കെ രക്ഷപ്പെടുകയും ചെയ്തേനെ. പക്ഷേ അന്ന് അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയത് കൊണ്ടാണ് ഇതെന്തോ രസമുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ എഴുതി തുടങ്ങിയതാണ്. അത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഇപ്പോൾ തിരിച്ചറിയുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ കവിത ഒരു വലിയ അനുഗ്രഹമാണ്. കവിത എല്ലാവരിലേക്കും കയറി ചെല്ലാൻ പറ്റിയ ഒരു വലിയ, എല്ലാവരുടെയും ഹൃദയം തുറക്കാനുള്ള താക്കോലാണ് കവിത എന്നുള്ളതാണ്. ഏത് ഊഷരത്തിലും മുളയ്ക്കുന്ന വിത്താണ് കവിത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കവിതയുടെ ഒറ്റ ബലത്തിലാണ് ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് ഇരുത്തിയിരിക്കുന്നത്. മുൻ മന്ത്രി മോഹൻ സാർ അടക്കമുള്ള ആളുകൾ അത് നിൽപ്പുണ്ട്. പിന്നെ ഇവരെല്ലാവരും നമ്മളെ കേൾക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ കേൾക്കുകയും ചിന്തിക്കുകയും നമ്മളെക്കുറിച്ച് സംസാരിക്കുകയും നല്ലത് പറയും. ഇതാണ്ട് ഇദ്ദേഹത്തെക്കുറിച്ചും ഇവരെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ നല്ലത് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ ഈ പൊയറ്റിക് സെൻസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്, അല്ലേ? ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ 4 വരി ചൊല്ലും. ഏത് കവിതയാ? ആരുടെ? അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. കൊള്ളാം. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂരചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകൻ്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുതവീര്യമായി നിന്നതാണഗ്നി നീ. ഗംഭീരം അല്ലേ? എന്തൊരു ശബ്ദമാണ് കവിതയില്ല അല്ലേ? ഇടി മുഴങ്ങും പോലെ. അയ്യപ്പ പണിക്കർ സാറ് കണ്ടെങ്കിൽ ഒരു ഉമ്മ തന്നെ നിനക്ക്. എന്നിട്ട് നിനക്ക് ചെവിയിലൊരു തമാശയും പറഞ്ഞ് നിന്നെ ചിരിപ്പിച്ചേനെ. അയ്യപ്പ പണിക്കർ സാറ് എന്നെ കാണാൻ വേണ്ടി ഒരു കവി ഒരിക്കൽ പോയപ്പോൾ ചോദിച്ചോന്ന്, മണ്ണെണ്ണ വാങ്ങിക്കാൻ പോകാറുണ്ടോ എന്ന് ചോദിച്ചോന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാങ്ങിക്കാൻ പോകാറുണ്ട്. അരി വാങ്ങിക്കാൻ പോകാറുണ്ടോ? ഉണ്ട്. വാഴക്കുഴി എടുക്കാൻ അറിയാമോ? എടുക്കാം. പിന്നെ കുഴപ്പമില്ല, നല്ല കവി ആയിക്കോളൂ എന്ന്. അപ്പോൾ നല്ല കവി ഏതേതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ വലിയ പ്രൊഫസറായിരുന്ന, വലിയ ഗംഭീരനായ കവി ആയിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നത്. ഇതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇതൊക്കെ ചെയ്യേണ്ട ആളും കൂടിയാണ് കവി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് അത്തരത്തിലൊരു പ്രത്യേകതയുള്ള ഒരാളും കൂടിയാണ്. അയ്യപ്പ പണിക്കർ സാറിന് നിയമസഭയായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. എന്നറിയാമോ? അയ്യപ്പ പണിക്കർ സാറിനെ വൈസ് ചാൻസലർ ആക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് മുഖ്യമന്ത്രിമാർ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ സാനുമാഷിനെ ചുമതലപ്പെടുത്തി വിട്ട് സാനുമാഷ് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അയ്യപ്പ പണിക്കർ സാർ ഒരിക്കൽ നിയമസഭയിൽ വന്നു. നിയമസഭയിൽ വന്നിട്ട്
എനിക്ക് ഇങ്ങനെ അതിലിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് വായിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം കാരണം പറഞ്ഞത്. എനിക്ക് കുറച്ച് വായിക്കാനും എഴുതാനും ഉണ്ട്, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നു. സാനു മാഷ് ലിഫ്റ്റിലേക്ക് കയറാൻ മുകളിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ചെന്നപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു വന്നു, തൻ്റെ സുഹൃത്ത് നല്ല ആളാണ്, ഒഴിവാക്കണമെന്ന് പറയാനാണ് വന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന് മാത്രമല്ല, ഉണ്ടായിട്ടും വേണ്ടാത്തവൻ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അങ്ങനെയുള്ള ഇനത്തിൽപ്പെട്ട ആളിലാണ് അയ്യപ്പ പണിക്കർ സാറും വിഷ്ണുനാരായണ നമ്പൂരി സാറും ഒക്കെ എന്ന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് കേട്ടോ. ഒരു തമിഴ് കവിത ചൊല്ലണം കേട്ടോ. അടുത്ത ആള് എന്താ പേര്? എൻ്റെ പേര് അമ്ന, ഞാൻ 9ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചോദിക്കാൻ സാത്വിക്കിൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സാത്വിക്കിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടു, നല്ല രസമായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുന്ന ഒരു വലിയൊരു ചാൻസും ആ കഴിവ് നല്ലൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ സാത്വിക്കിന് ഈ കഴിവുകൾ സാത്വിക്ക് ഈ സ്റ്റാർ സിംഗർ മുമ്പേ കാണാറുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ സാത്വിക്കിന് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പ്രചോദനമായ എന്താണ്? പ്രചോദനം എന്താണെന്നാണ് ചോദ്യം. ശരിക്കും ഞാൻ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ശരിക്കും ഈ പാട്ട് പാടുന്ന കഴിവ് എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ എൻ്റെ അച്ഛൻ പാടും, എൻ്റെ അമ്മ പാടും, പിന്നെ അമ്മയുടെ ഫാമിലി മെമ്പേഴ്സിൽ എല്ലാവരും മ്യൂസീഷ്യൻസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കഴിവുകളാണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, സ്റ്റാർ സിംഗറിൽ ഓഡീഷനിൽ പോകണം എന്നെ പോലെ പറഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛൻ്റെ അമ്മമാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്നെ നിർമ്മല ഭവൻസിൽ കൊണ്ടുപോയി, അവിടെ സ്റ്റാർ സിംഗറിൽ ഓഡീഷൻ കൊണ്ടുപോയി. അങ്ങനെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു, മോന് സെലക്ഷൻ കിട്ടി എന്ന്, എറണാകുളം വരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അങ്ങനെ ഒരു സെപ്റ്റംബർ ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ നേരെ എറണാകുളം പോയി. അപ്പോൾ അവിടെ 3rd ഓഡീഷൻ കൂടെ ഉണ്ടായിരുന്നു, അതിന് മുന്നേ ആയിട്ട് 3rd ഓഡീഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ആണ് നമ്മൾ സെലക്ട് ആയെന്ന് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 30-നാണ്. അപ്പോൾ ഈ സ്റ്റാർ സിംഗറിൻ്റെ ആദ്യം ടെലികാസ്റ്റ് ചെയ്ത് എൻ്റെ ബർത്ത്ഡേക്കായിരുന്നു. ഓ, അത് കൊള്ളാം. ശ്രീനിവാസൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഈ പാടുമെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മിച്ചതേ, വടക്കനോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും പാടും, പിന്നെ അച്ഛൻ പാടും, പിന്നെ ഞാൻ പാടും എന്നൊക്കെ പറയുന്ന ഒരു രംഗമുണ്ട്, ഇല്ല സണ്ണി സാറേ? അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മനോഹരമായ സിറ്റുവേഷനിൽ ശ്രീനിവാസനെ കൂടി ഓർക്കാൻ ഇത് സഹായമായി. ഈ തമിഴ് കവിതയുടെ 4 വരി ചൊല്ലുമ്പോഴേക്കും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. கல்லறை வெளிச்சம். தமிழ்தான் எங்கள் தாய்மொழி, தமிழனுக்கு இதுவே உயிர்மொழி. அலை மிகுந்த வருவை வந்தே அவதி உற்ற நாளிலும் ஐயமிட்டே உண்ணுகின்ற அவதி சொல்லும் தமிழ்மொழி. தமிழிலே பிறந்து தமிழன் கம்பன் வழியிலே வளர்ந்து സ്വന്തം ഭാഷയുടെ അഭിമാനത്തെക്കുറിച്ച് പറയുന്ന വരിയാണ്. ഈ തിരുവനന്തപുരത്ത് മലയാള ഭാഷയുടെ 1ാം ആഘോഷം നടക്കുകയാണ്, ആദ്യത്തെ ആഘോഷം. അപ്പോൾ വള്ളത്തോളാണ് അധ്യക്ഷൻ. അപ്പോൾ ഗവർണർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മനോഹരമായൊരു കസേര സ്വർണ്ണ കിന്നരിയൊക്കെ വെച്ച് അലങ്കരിച്ചു കൊണ്ടിട്ടേക്കുക. വള്ളത്തോൾ നോക്കിയതുകൊണ്ട് കൊള്ളാവുന്ന കസേര അതാണ്. വള്ളത്തോൾ ഇറങ്ങി ഇരുന്നു. അപ്പോൾ വള്ളത്തോളോട് എണീറ്റ് മാറാൻ പറഞ്ഞാൽ എണീറ്റ് മാറാൻ പറയുന്നവനെ വള്ളത്തോൾ 4 ആറ്റ് കീറി അടുപ്പിൽ വയ്ക്കും. അതുകൊണ്ട് പേടിയാണ് പറയാൻ. അപ്പോൾ പറഞ്ഞു, സാർ ഇത് ഗവർണർക്ക് ഇരിക്കാനുള്ള കസേര. വള്ളത്തോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മലയാള ഭാഷയുടെ ഗവർണർ ഞാനാണ് പറഞ്ഞു. അപ്പോൾ തമിഴിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വന്നത് മലയാള ഭാഷയുടെ ഗവർണർ ഞാനാണ് എന്ന് പറഞ്ഞ വള്ളത്തോളിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. എന്താണ് അടുത്ത ചോദ്യം? എനിക്ക് ചോദിക്കാനുള്ളത് ഭദ്ര ചേച്ചിയോടാണ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണ്? എന്തുകൊണ്ടാണ് ആ കവിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഏറ്റവും ഇഷ്ടപ്പെട്ട കവി എന്ന് പറയുമ്പോൾ കുമാരനാശാനാണ്. ആശാൻ്റെ ഭാഷയും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒഴുക്കും എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും ആ ഉത്തരം വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുമാരനാശാൻ സത്യത്തിൽ മലയാള കവിതയുടെ ഒരു സർവകലാശാലയാണ് അല്ലേ? ഒരു വാക്ക് പോലും വേണ്ടാത്തത് അദ്ദേഹം എഴുതി വയ്ക്കില്ല.
കുമാരനാശൻ്റെ കയ്യെഴുത്ത് പ്രതികളിലാണ് ഡോക്ടർ എം ബഷീർ PhD ചെയ്തത്. അയ്യപ്പ പണിക്കർ സാറിൻ്റെ നിർദ്ദേശത്തിൽ ആണ്. അയ്യപ്പ പണിക്കർ സാറാണ് ആ വിഷയം പറയുന്നത്. എഴുതി വെട്ടിയതിലെന്ന്, എഴുതി വച്ചതിലല്ല, എഴുതി വെട്ടിയതിൽ. ഹർഷമേഘവതിന് അച്ഛൻ ഏറെ നിഷ്കർഷയാർന്ന് അഥ വളർന്നു ഖിന്നയായി കർഷകൻ കിണറാൾ നനക്കിലും വർഷമറ്റ വരുന്നെല്ല് പോലെ ഞാനെന്ന് എഴുതാൻ വേണ്ടി 11 തവണ വെട്ടി എഴുതിയതാ. സതയിൽ രാവിലെ 10 മണിക്ക് എഴുതിയിട്ട് 10:15 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ആശാൻ ഒന്ന് ശ്രദ്ധിക്കണം. ആശാൻ ചെയ്തിട്ടുള്ളതിൻ്റെ വർക്ക് എന്താണെന്നുള്ളത്. സത്യത്തിൽ എനിക്ക് ചില അവാർഡായി കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും കൊള്ളാടാ സുമേഷ് കൃഷ്ണ എന്ന് സ്വയം പറയും. സ്വയം പറഞ്ഞ് വലിയ കവി എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആശാൻ കൊച്ചുകാലത്ത് എഴുതിയ സരസ്വതി പഞ്ചകം എന്നൊരു ശ്ലോകമുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുമാരനാശാൻ്റെ പ്രതിഭ എന്തായിരുന്നു എന്ന്. ആ ഒരൊറ്റ കവിതയ്ക്ക് കടപിടിക്കില്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമ്മുടെ സർവാഹങ്കാരവും നശിക്കും. മനോഹരമായ എത്ര നളിനങ്ങളിറുത്തു നീന്തിയും കുളിരോലും കയമാർന്നു മുങ്ങിയും പുളിനങ്ങളിൽ എന്നോടോടിയും കളിയാടും പ്രിയൻ അന്നു കുട്ടി പോൽ. സീത പറയാണ്, എനിക്ക് അമ്പം വില്ലും ധരിച്ച അധികാരിയായ രാമനെ അല്ല വേണ്ടത്, എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച എൻ്റെ പഴയ ഭർത്താവിനെ താ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ സീത ഒരു എന്താണ് ഒരു അതിഗംഭീരയായ ഒരു നിയമജ്ഞയുടെ ഹൃദയവുമായി നിന്ന് ബുദ്ധിയുമായി നിന്ന് എന്താണ് സംവദിക്കുകയാണ്. അതിൽ ഒരു ശ്ലോകം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞ് ധന്യനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമി പദം എന്നാണ്. സത്യത്തിൽ സീത ശ്രീരാമൻ്റെ പാരമ്പര്യത്തിൽ വെട്ടുന്ന വെട്ടാണത്. ഏറ്റവും പ്രധാനപ്പെട്ട വെട്ട. കാരണം ശ്രീരാമൻ്റെ അച്ഛൻ ദശരഥൻ്റെ അച്ഛൻ അജൻ, തനയ ശരസമം എന്നാണല്ലോ രാമായണത്തിൽ. ആ അജൻ സ്വന്തം ഭാര്യ മരിച്ചതറിഞ്ഞിട്ട് പട്ടിണി കിടന്ന് മരിച്ച ആളാണ്. അവളില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വെന്ത് നീറി മരിച്ച ആളാണ്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള അപ്പൂപ്പൻ്റെ കൊച്ചുമോനെ തനിക്ക് എന്നോടിത് ചെയ്യാൻ കൊള്ളാമോ എന്നാണ് ആ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം. അത്ര പൊയറ്റിക് ബ്രില്യൻസ് ഉള്ളൊരു കവിക്ക് ഇങ്ങനെ പാളയംകുടം പഴത്തിനകത്ത് ബ്ലൈഡ് വയ്ക്കാൻ പറ്റൂ? ആ ഒരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിൽ വയ്ക്കണമെന്നാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലോ, എനിക്ക് ഇങ്ങനെ പറയാൻ അറിയാവൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് എന്താണ് വേറൊരു ഭാഷയിൽ സംസാരിക്കാം, വേണ്ട. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിൽ വേണം സംസാരിക്കാൻ. തകഴി എഴുതിയിട്ടുണ്ട്, ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കിനെ മറ്റൊരു ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കാനാവൂ എന്ന്. ഇവിടെ എന്നോടൊപ്പം ഇങ്ങനെ ആയിരുന്ന ഇത്രയും സമയം വളരെ രസകരമായി സന്തോഷകരമായുള്ളൊരു സന്ദർഭം നമുക്ക് തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. ഗുരുസ്ഥാനീയരായ ഒരുപാട് പേര് സദസ്സിലുണ്ട്, കവികളുണ്ട്. ബഹുമാനപ്പെട്ട സണ്ണിയം കവിക്കാടിനെ പോലെ വളരെ ഗഹനമായി സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ട്, പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് ഈ നിയമസഭയുടെ മുറ്റത്ത് എന്താണ് പ്രഖ്യാപിത നിയമനിർമ്മാതാക്കളായ MLA-മാരൊക്കെ ഇരിക്കുന്ന ഈ നിയമസഭയുടെ മുറ്റത്ത് അപ്രഖ്യാപിത നിയമനിർമ്മാതാക്കളായ കവികൾ ഒത്തുചേർന്നിരിക്കുന്നത് എന്ന സന്തോഷം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കോട്ടങ്ങൽ സ്കൂളിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. അത് പരുത്തിക്കുന്ന് സ്കൂളല്ല എന്ന് നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വന്ന എല്ലാവർക്കും, പാലക്കാട് നിന്ന് വന്ന പ്രഫുലിനും തിരുവനന്തപുരത്ത് നിന്ന് വന്ന സാത്വികനും അടൂരിൽ നിന്ന് വന്ന ഭദ്രഹരിക്കും ഒക്കെ എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.